റെയിൽവേ പോലുള്ളൊരു സർക്കാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഗൾഫ് ജീവിതത്തിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ള ഒരു കമ്പാരിസൺ ഉണ്ടല്ല. അപ്പം ഞാൻ ഗൾഫ് ജീവിതമാണ് എടുത്തത്. അതിനുള്ള കാരണം ആ പേപ്പർ ഉണ്ടെങ്കിൽ ജുബൈയിലേക്ക് പോകാൻ പറ്റുള്ളൂ. വഴിക്ക് വെച്ചിട്ട് ചെക്കിംഗ് ഉണ്ടായിരിക്കും. റിയാദിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ നിയമം കർക്കശമായി തോന്നുന്നത്? ആർക്കാണ് ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നത്? നിയമലംഘകർക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് സംഘടനകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് ദമാമിലായിരുന്നു. നാട്ടിലാണെന്നുണ്ടെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷിക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് യോജിക്കാൻ പറ്റുമോ? ഇല്ല. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ദിവസവും ഒരു 5 റിയാലിന്റെ നോട്ട് പോക്കറ്റിൽ വെച്ച് പുറത്ത് ഇറങ്ങുന്ന ഒരു മലയാളിയെ ഞാനിവിടെ പരിചയപ്പെട്ടു, കാണാനിടയായി, അദ്ദേഹമായിട്ട് സംസാരിക്കാനിടയായി. നാട്ടില് കോഴിക്കോട് കൊണ്ടോട്ടി സ്വദേശിയാണ് ശ്രീ അബ്ദുൽ ഹമീദ്. 30 വർഷത്തിന് മേലെയായി പ്രവാസ ജീവിതം നയിക്കുന്ന, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ, നല്ല സാമൂഹ്യ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രത്യേക നിഷ്ഠകൾ പാലിക്കുന്ന അദ്ദേഹവുമായിട്ട് അല്പസമയം ചെലവഴിച്ചാൽ ഈ പ്രവാസ ജീവിതം അദ്ദേഹം എന്തുകൊണ്ട് മറക്കുന്നില്ല? എന്താണ് പ്രവാസ ജീവിതം അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അദ്ദേഹത്തിലേക്ക്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമ. എൻ്റെ പേര് അബ്ദുൽ ഹമീദ്. ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് എൻ്റെ വീട്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ മാളിയേക്കൽ വീട് എന്ന് പറയും. ഞങ്ങൾ കൊണ്ടോട്ടിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ്. ഞാൻ പഠിച്ചത് പല സ്ഥലങ്ങളിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് PG അത് കഴിഞ്ഞ് അങ്ങനെ ആ PGക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോകുന്നു. ഡൽഹിയിൽ ആ ജോലിയിൽ ടൂറിസം സിവിൽ ഏവിയേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടിയത്. അപ്പോൾ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഹെൽത്ത് സർവീസിൽ ജോലിയായിരുന്നു. പിന്നെ എൻ്റെ മദർക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫാദർ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നത് ഒരു B.Ed കഴിഞ്ഞൊരു ഒരു അധ്യാപകനായിരിക്കണം എന്നുള്ളതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. പിന്നെ ജോലി സ്ഥലം മാറ്റം കാരണം ഒരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടായിരുന്നില്ല. ഒരു അധ്യാപകനായി കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതെൻ്റെ സ്ട്രൈക്ക് ചെയ്തിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലായാലും സ്വന്തം ജീവിതത്തിലായി കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റിയുടെ ആവശ്യമാണ്. വളർച്ചയ്ക്കും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനൊക്കെ സ്റ്റെബിലിറ്റി ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേയിൽ ഞാൻ ജോലി ചെയ്ത് ഏതാണ്ട് 16 വർഷത്തോളധികം ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വോളണ്ടറി റിട്ടയർമെൻറ്റ് കൊടുത്ത്, ആ റിട്ടയർമെൻറ്റ് കൊടുക്കാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു, നീ എത്ര കാലം ഇങ്ങനെ റെയിൽവേയിൽ ജോലി ചെയ്യും? അപ്പോൾ നീ ഒരു സൗദി അറേബ്യയിലേക്ക് ഞാൻ വിസ അറേഞ്ച് ചെയ്യാം, നീ ഒന്ന് വന്ന് ട്രയൽ നോക്കുക, അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ അവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ആലോചന വന്നു. അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഫ്രീ വിസ, ആസാദ് വിസ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ സൗദി അറേബ്യയിലെ അന്നത്തെ ദഹ്റാൻ എയർപോർട്ടിൽ 92ൻ്റെ അവസാനം ഗൾഫ് വാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആ വാറിൻ്റെ അന്നും ഈ സൈറനൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയായിരുന്നു. ഈ ദമാമിൽ അൽഖോബാറിൽ നിന്നൊന്നും അമേരിക്കൻ സൈന്യങ്ങളൊന്നും വിട്ടുപോകാത്ത, അപ്പോഴും അവരുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബാക്കി ഭാഗങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത്. ഞാൻ ഒരു റാഖയിലുള്ള ഒരു മുഹമ്മദ് അലി മഗ്രബി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരു സെക്രട്ടറി ആയിട്ട് ജോലിയിൽ വരുന്നു. അവിടെ കുറച്ച് നാൾ ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് മാറുകയാണ്, റെഫ്രിജറേഷൻ ഹൗസ് ഗ്രൂപ്പ്. അതാണ് എൻ്റെ അന്ന് ഞാൻ മാറിയ അതേ കമ്പനിയിൽ 32 വർഷം അതേ കമ്പനിയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത് പിന്നെ അതിൻ്റെ എല്ലാ വളർച്ചയിലും എനിക്ക് എൻ്റെതായ പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഏതാണ്ട് 200-ൽ താഴെ 150ഓളം തൊഴിലാളികളുള്ള ഒരു കമ്പനിയായിരുന്നു അത്. അത് വളർന്ന് ഏതാണ്ട് 1500-ലധികം തൊഴിലാളികളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കമ്പനിയായി മാറി. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട്
ഞാൻ അതേ കമ്പനിയിൽ തന്നെ തുടരുകയായിരുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് ഈ 2 വർഷം വർക്ക് ചെയ്ത് തിരിച്ച് റെയിൽവേയിൽ തന്നെ പോയി ജോയിൻ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ തീരുമാനം മാറ്റുന്നത്. ഞാൻ റെയിൽവേയിൽ പോയാൽ എന്ത് സംഭവിക്കും, ഇവിടെ നിന്നാൽ എന്ത് സംഭവിക്കും. അവിടെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. കാരണം റെയിൽവേ പോലുള്ളൊരു സർക്കാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഗൾഫ് ജീവിതം ത്തിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ള ഒരു കമ്പാരിസൺ ഉണ്ടല്ല. അപ്പം ഞാൻ ഗൾഫ് ജീവിതമാണ് എടുത്തത്. അതിനുള്ള കാരണം അന്ന് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിരുന്നു ആ സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ളതായിരുന്നു. എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എൻ്റെ ജോലിയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആ സ്ഥിരമായൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം എനിക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, അവരുടെ ഫാമിലി ചിട്ടപ്പെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഭാവിയിൽ എനിക്കുള്ള സുരക്ഷിതമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഗൾഫിലുള്ള ഒരു ഔദ്യോഗിക ജീവിതം തിരഞ്ഞെടുക്കാനുണ്ടായുള്ള ഒരു സാഹചര്യം. അങ്ങനെ ഞാനത് തിരഞ്ഞെടുത്ത് എന്താന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ 3 കുട്ടികളുണ്ട്, ഒരു മകളും 2 ആൺമക്കളും. അവളെ മാരീഡാണ്, അവൾ എറണാകുളത്താണ് വിവാഹിതയായിട്ടുള്ളത്. ഒരു കമ്പനിയിലെ GM ആണ്. ഇപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്ററായിട്ട് മാറുന്നു. മകൾക്ക് 3 പെൺകുട്ടികൾ വേറെയുണ്ട്. രണ്ടാമത്തത് എൻ്റെ മകനാണ്. അവന് റിയാദിൽ ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. അവൻ്റെ വിവാഹം കഴിഞ്ഞു. അവൻ്റെ വൈഫ് ഇതുപോലെ EEE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. മൂന്നാമത്തെ ആളും ഇപ്പോൾ കഴിഞ്ഞ വർഷം അവരുടെ വിവാഹം കഴിഞ്ഞു. അവന് നല്ലൊരു കമ്പനിയിൽ ഇതേമാതിരി ഓപ്പറേഷൻസ് മാനേജറാണ്. അവൻ്റെ വൈഫ് ഇപ്പോൾ ഈ മാർച്ചിൽ വിദ്യാഭ്യാസം കഴിയും, അവളുടെ ഡിഗ്രി കോഴ്സ് കഴിയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിക്കും ഇത്രയും കാലഘട്ടങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റി. അവരെല്ലാം നന്നായി പഠിച്ചു, ഭേദപ്പെട്ട ജോലിയിലുണ്ടായി, അവർക്ക് അവരുടേതായ വരുമാനമുണ്ട്, അവർക്ക് അവരുടേതായ കുടുംബ ജീവിതവുമുണ്ട്. ഞങ്ങൾ പരസ്പരം ഇൻഡിപെൻഡൻ്റ് പരസ്പരം ആശ്രയിക്കാതെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യത ലഭിച്ചത് ഒരു പ്രവാസ ജീവിതത്തിന്. അതാണ് എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ നേട്ടം. ഞാൻ അന്ന് ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗവും ഗൾഫ് ജീവിതവും തമ്മിലുള്ള ഒരു കമ്പാരിസണിൽ ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്തുള്ളൊരു തീരുമാനം അതൊരു ശരിയായ തീരുമാനമായിരുന്നു എന്നുള്ളത് എൻ്റെ ജീവിതരേഖ തന്നെ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തത്. അപ്പം ഞാൻ വന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് കാണുന്ന അൽക്കോബാറിൻ്റെ വികസനങ്ങളോ കാര്യങ്ങളോ ഇല്ല. എല്ലാം വളരെ വിജനമായുള്ള സ്ഥലം. ഉദാഹരണത്തിന് ഞാനന്ന് ഇവിടെ നിന്ന് ജുബൈലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അന്ന് ജവാസാത്തിൽ നിന്ന് ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം, പേപ്പർ വെച്ചിട്ട്. ആ പേപ്പർ ഉണ്ടെങ്കിൽ ജുബൈലിലേക്ക് പോകാൻ പറ്റുള്ളൂ. വഴിക്ക് വെച്ചിട്ട് ചെക്കിംഗ് ഉണ്ടായിരിക്കും. റിയാദിലേക്ക് പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ അൽക്കോബാർ ദമാം എന്ന് പറഞ്ഞ ഏരിയക്കപ്പുറം, ഈസ്റ്റേൺ പ്രൊവിൻസിനപ്പുറം നമുക്ക് പോകാൻ കഴിയില്ലായിരുന്നു. പിന്നെ അന്ന് ഇന്നത്തെ പോലെ സിനിമയോ അതുപോലുള്ള കൂടിച്ചേരലുകളോ കൂട്ടായ്മകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ കണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലെ ഇവിടുത്തെ കാസറ്റ് കടകളിൽ പോയിട്ട് നാട്ടിലെ സിനിമ കാസറ്റായിട്ട് വരുന്നത് കാസറ്റ് എടുത്തുകൊണ്ട് വന്ന് കാസറ്റ് പ്ലെയറിൽ വെച്ചിട്ട് നാട്ടിലെ സിനിമ കാണും. ഇവിടുത്തെ ഒരു ഏക എൻ്റർടൈൻമെൻറ്റ്. അതിന് നമുക്ക് വെള്ളിയാഴ്ചയെ പറ്റൂ. ആ വെള്ളിയാഴ്ചകളിൽ നാട്ടിലെ സിനിമ ഒരു ദിവസം ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച ചിലപ്പോൾ 2-3 സിനിമ കണ്ടെന്ന് വരും. കാരണം മറ്റുള്ള ദിവസങ്ങളിൽ നമുക്കതിന് സമയം കിട്ടില്ല. രാത്രി ഉറക്കൊഴിച്ച് സിനിമ കാണാനും പറ്റില്ല. TV ഇല്ല, ചാനലുകളില്ല, പത്രങ്ങളില്ല, നാട്ടിലെ വിവരങ്ങൾ അറിയില്ല. ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ല, അതേമാതിരി ഇൻ്റർനെറ്റ് സംവിധാനങ്ങളില്ല, ഇമെയിൽ ഇല്ല, വാട്സപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ ബൂത്ത് വരുന്നതിന് മുമ്പ് കോയിൻ ഇൻസെർട്ട് ചെയ്തിട്ട് ഒരുപാട് ടെലിഫോൺ ബൂത്തുകളുണ്ട് ഇങ്ങനെ അടുത്തടുത്ത് ഉള്ളതാണ്. അതിൽ നമ്മൾ ഈ കോയിൻ എന്താ പറയുക 10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ 9 റിയാൽ കോയിൻ കിട്ടും. ആ കോയിൻ ഇൻസെർട്ട് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് അടുത്തുള്ള ആൾ കേൾക്കും. കാരണം അയാളെ കേൾക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. അതിൽ പിന്നെ പുരോഗതി വരുന്നു. പിന്നെ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ബൂത്തായി. ബൂത്ത് ആകുമ്പോഴും ഇതുപോലെ കുറേ ബൂത്തുകൾ ഉണ്ടായിരിക്കും. ഓരോ ബൂത്തിൽ ചെന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴും ഇവിടെയുള്ള ആള് സംസാരിക്കുന്നത് അടുത്ത സ്ഥലത്തേക്ക് കേൾക്കും. പിന്നീട് ഫാക്സ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഫാക്സിൽ ചിലപ്പോൾ എഴുതി, നാട്ടിലൊക്കെ ഫാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാക്സ് അതിനെ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടോട്ടിയിലേക്കൊരു ഫാക്സ് അയക്കണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ടെലഗ്രാഫ് ഓഫീസിലേക്ക് ഫാക്സ് അയച്ചിട്ട് അവിടെ നിന്ന് പോയിട്ട് കളക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാം. വാർത്തകൾ അറിയാനുള്ള മാർഗമില്ല എന്ന് പറയാം. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങളില്ല. അതുപോലെ ഈ മലയാളി ഫുഡുകളോ മലയാളി കടകളോ ഒക്കെ വളരെ വിരളമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഈ അറബിക് ഫുഡ്, മന്തിയും അതേമാതിരി കബ്സയും പിന്നെ ബ്രോസ്റ്റഡും
ഇങ്ങനെയുള്ള ഈ ഭക്ഷണങ്ങളായിരുന്നു അധികവും. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ വന്ന ആൾക്കാർ ഇത്തരം ഭക്ഷണങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ കൊളസ്ട്രോളും അതുപോലെ പിന്നെ ഡയബറ്റീസും പിന്നെ ബി പിയും ഒക്കെ ആൾക്കാർക്ക് ഷൂട്ടപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ അത് ഞാൻ ആദ്യം മുതൽ തന്നെ എൻ്റെ ഭക്ഷണത്തിൽ വളരെയധികം പിന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെയും ഭക്ഷണം അതായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഞാൻ വിവാഹിതനായതിനു ശേഷം എൻ്റെ ഭാര്യയുടെ പേര് സക്കീന, അവർ ഹൗസ് വൈഫാണ്. അവരുടെ സ്വന്തം വീട് കാലിക്കറ്റിലാണ്. വിവാഹിതനായത് തൊട്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഈ ഗൾഫിൽ വന്ന് കുറച്ച് നാളൊന്ന് സെറ്റിൽ ആവാനുള്ളൊരു സമയമെടുത്തു. കാരണം ഞാൻ നല്ല പ്രൊസീജിയറലായിട്ട് എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമായ രീതിയിൽ ഭരണ സംവിധാനമുള്ള ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയെയും കുട്ടികളെയും ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി. പക്ഷെ ഞാനും വൈഫും ഇവിടെ ഇരുന്നപ്പോഴും കുട്ടികളെ ഞാൻ നാട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൽ. അവരൊക്കെ വെക്കേഷൻ ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഴ്സ്ഡേയിൽ ഹാഫ് ഡേ, ഫ്രൈഡേ ഹോളിഡേ, വേറെ യാതൊരുവിധ ഹോളിഡേയ്സും നമുക്ക് കിട്ടില്ല. നമുക്ക് ഹോളിഡേയ്സ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈദ് ഹോളിഡേയ്സ് ആണ് കിട്ടുന്നത്. ഈദ് ഹോളിഡേയ്സിന് ആദ്യത്തെ ഈ ഈദുൽ ഫിത്തർ അതിന് 3 ദിവസം കിട്ടും. ഹജ്ജ് ഈദിനാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കിട്ടും. അതല്ലാത്തൊരു ഹോളിഡേ ഇല്ല. ഈ ഫ്രൈഡേ അല്ലാതെ വേറൊരു ഹോളിഡേയും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ വന്നത് ഇപ്പം ഫ്രൈഡേ സാറ്റർഡേ ഹോളിഡേ ആണ്, നാഷണൽ ഡേ, ഫൗണ്ടേഷൻ ഡേ എന്ന് പറഞ്ഞ് അങ്ങനെ പലതരം ഹോളിഡേയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈദ് ഹോളിഡേയ്സിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ അന്നത്തതിൻ്റെ ഇരട്ടിയിലധികം അവധി നമുക്ക് കിട്ടുന്നുണ്ട്. അത് ആണ് അന്നും ഇന്നും തമ്മിലുള്ളൊരു വ്യത്യാസം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് സോഷ്യലൈസിങ്ങിനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ഒരു സമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവിയെ നമുക്ക് എവിടെയെങ്കിലും കൂടിച്ചേരാനോ സംസാരിക്കാനോ അതിനുള്ള എന്തിനും ചെക്കിങ്. എന്ത് പുറത്തിറങ്ങിയാൽ നമ്മൾ ഇക്കാമ റെസിഡന്റ് പെർമിറ്റ് കയ്യിൽ വെച്ചിട്ട് പുറത്തിറങ്ങണം. ഏത് സമയം പോലീസ് ചെക്ക് ചെയ്യും. എപ്പോഴും ഇക്കാമ ഉണ്ടായിരിക്കണം. അത്രയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഗൾഫിനേക്കാൾ എത്രയോ സൗകര്യങ്ങളുള്ള, എത്രയോ ആസ്വാദ്യകരമായിട്ടുള്ള, എത്രയോ ഇഷ്ടപ്പെടുന്ന, സന്തോഷമേകുന്ന ഒരു ഗൾഫ് ജീവിതമാണ് ഇന്നുള്ളത്. ഇന്നത്തെ പ്രവാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയ്ഖ് വരെ നമ്മളെ അടുത്ത് വിളിച്ചിട്ട് അവരുടെ ഭാഷയിൽ അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് കേൾക്കുന്നവൻ്റെ ജാതിയോ മതമോ ദേശമോ അവൻ മുസ്ലിമിനോടും അമുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനോടും ഒക്കെ അസ്സലാമു അലൈക്കും, നിങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ആരോടും പറയുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരം ഇവിടുത്തെ വന്നിട്ടുള്ള മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്തവരും അതുപോലെ സലാം പറയാൻ പഠിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആ സലാം എന്താണ് അറിഞ്ഞുകൊണ്ട് അവരും തിരിച്ച് അറബികളെ കാണുമ്പോഴെന്താ പറയുന്നത്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു സാംസ്കാരികമാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതി, ഒരു കൺസെപ്റ്റൽ. അപ്പോൾ അത് പ്രവാസ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഇതൊരു നമ്മുടെ ഒരു ഹരം എന്ന് പറയാം. അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് ഉള്ള ഒരു ഇടപഴകൽ, ഒരു കൂടിച്ചേരൽ, ഒരു എന്താ പറയാ ഉള്ള ഒരു ജീവിതം എന്ന് പറയുന്ന ആ ജീവിതത്തിന്റെ ഒരു രസം അത് നാട്ടിൽ കിട്ടാത്തതാണ്, പ്രവാസ ലോകത്തിൽ കിട്ടുന്ന ഒരു രസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. സൗദി അറേബ്യയിലെ നിയമങ്ങൾ കർക്കശമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ പലപ്പോഴും നിങ്ങൾ പല ശിക്ഷാ നടപടികളും അതുപോലെ പ്രവാസികളായുള്ള ആൾക്കാർ ജയിലിൽ പോകുന്നതും ജയിലിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവാസ കൂട്ടായ്മകളിലൂടെ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഈ നിയമങ്ങൾ ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ കർക്കശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർക്കശമായി നിയമങ്ങൾ നടപ്പാക്കുക എന്ന് പറയുന്നത് ആണ് ആ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, രാജ്യത്തിൻ്റെ സുസ്ഥിരത ഒക്കെ. നമ്മുടെ നാടാണെന്നുണ്ടെങ്കിലും ഇന്ത്യ രാജ്യമാണെന്നുണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ പലപ്പോഴും നമ്മൾക്ക് സംഭവിച്ചു പോകുന്നത്
ഒരു പക്ഷേ നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ കലർപ്പ് ചേർക്കുന്നത് കൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ കർക്കശമായ നടപടികൾ ആൾക്കാർക്ക് അസൗകര്യമായി തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിയമങ്ങൾ പാലിക്കാത്തവരാണ്, അല്ലെങ്കിൽ നിയമ ലംഘകരാണ്. നമ്മുടെ നാട്ടിലെ നിയമം ലംഘിക്കുന്ന ആൾക്കാർ വരെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിയമം പാലിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആർക്കാണ് ഈ നിയമം കർക്കശമായി തോന്നുന്നത്? ആർക്കാണ് ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നത്? നിയമലംഘകർക്കാണ്. നിയമാനുസൃതമായി ജീവിക്കുകയും നിയമാനുസൃതമായി തൊഴിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്കും തന്നെ ഈ ഒരു നിയമവും ബുദ്ധിമുട്ടുള്ളതായിട്ട് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഞാൻ ഇവിടെ വന്നത് 92 അവസാനം, അല്ലെങ്കിൽ 93 എന്ന് പറയാം. അത് കഴിഞ്ഞ് 2009 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16 വർഷങ്ങൾക്ക് ശേഷം, ആ കാലഘട്ടത്തിൽ ഇവിടെ നമുക്ക് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും രജിസ്ട്രേഷനും കാര്യങ്ങളില്ല. പക്ഷേ എങ്കിലും അവരുടെയൊക്കെ ഒരു മൗനാനുവാദത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ കാലത്ത് 2009 വരെ കിഴക്കൻ പ്രവിശ്യയിൽ കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഒരുപാട് 7 സംഘടനകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഓരോരുത്തരും വെച്ചാൽ ഓരോ പേരിൽ, കോൺഗ്രസിൻ്റെ പേരിൽ IOC, ICC, OICC എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിൽ 7 സംഘടനകളായിട്ട് നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ അതിന് നാട്ടിൽ നിന്ന് നേതാക്കന്മാർ വരും, അവരെ ഈ സംഘടനകളിൽ ക്ഷണിക്കും, അവർ നടത്തും, അവരുമായിട്ട് മറ്റുള്ളവർ സഹകരിക്കും. അങ്ങനെ ഒരു ചെറിയ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 2009 അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹവും ജയ്ഹിന്ദ് ചാനലിന് അന്നത്തെ ശ്രീ MM ഹസനും ദമാമിൽ വരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2009 ജനുവരി 21-ന്, 15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ 7 പ്രസിഡന്റുമാരുടെ പ്രസിഡന്റായിക്കൊണ്ട് KPCC പ്രസിഡന്റ് എന്നെയായിരുന്നു അവതരിപ്പിച്ചത്. ആദ്യമായിട്ട് KPCCയുടെ ചരിത്രത്തിൽ, ഈ പ്രവാസ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാ കോൺഗ്രസ് സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഏക സംഘടനയായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ദൗത്യം ഞാനായിരുന്നു ഏറ്റെടുത്തിരുന്നത്, അല്ലെങ്കിൽ എന്നിലായിരുന്നു അർപ്പിതമായിരുന്നത്. അത് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിരുന്നു. വാസ്തവത്തിൽ ഞാനത് ഏറ്റെടുക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ പാമ്പ് വേലായുധനെ പോലെ ആയിരിക്കും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, എപ്പോഴാണ് ഇത് തിരിഞ്ഞ് കൊത്തുകയെന്ന് പറയാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞാനത് വളരെ ഭംഗിയായി നിർവഹിച്ചു. അതേ സംഘടന തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അന്ന് അതിൻ്റെ പേര് ഇനോക് എന്നായിരുന്നു, ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ്. അപ്പോൾ ഇനോക്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അടുത്ത വർഷം അത് ICC ആയി മാറി. അപ്പോൾ ആദ്യമായിട്ട് ഈ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് സംഘടനകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് ദമാമിലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു 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 സന്ദർഭവും കൂടിയായിട്ട് ഞാൻ കാണുന്നു. നാട്ടിലാവുമ്പോൾ നമ്മൾ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളല്ലേ, നമ്മൾ ആ ലോക്കലൈസ്ഡ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട്, ഉദാഹരണത്തിന് കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ജോലി എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുകാരോട് നമുക്ക് യാതൊരു ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല, അവരോട് ബാധ്യത ഉണ്ടാവില്ല, അവരോട് നമ്മളവിടെ ജോലി ചെയ്യുന്നു, അവിടെ തന്നെ സ്ഥലം വിടുന്നു. പിന്നെ നമ്മൾ എന്താണ്, കൺഫൈൻഡ് ടു ദ ലൊക്കാലിറ്റി. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, എവിടെയാണോ താമസിക്കുന്നത്, അവിടെയുള്ള ആൾക്കാരോട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബാധ്യതകളോ അല്ലെങ്കിൽ ആ ഒരു ഇടപഴകലുകളൊക്കെ കാണാൻ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മറ്റ് രാജ്യക്കാരുമായിട്ടും മറ്റ് സംസ്ഥാനക്കാരുമായിട്ടും നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതര സമുദായക്കാരുമായിട്ടും ഒക്കെ നമുക്ക് സൗഹൃദത്തോടു കൂടിയിട്ട്, സ്നേഹത്തോടു കൂടിയിട്ട് നമുക്ക് ഇടപഴകാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് പ്രവാസത്തിൽ കിട്ടുന്ന വലിയൊരു നേട്ടമല്ലേ. എന്തിനേറെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നാട്ടിലുള്ള
ഇവിടെയൊക്കെ നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ കൂടി നമ്മൾ പൊതു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരുമിച്ച് നമ്മൾ ഒരൊറ്റ ഒരുമയോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷിക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് യോജിക്കാൻ പറ്റുമോ? ഇല്ല. അവർ വ്യത്യസ്തമായി കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആ നാട്ടിൽ കിട്ടാത്ത ഒരു കൂട്ടായ്മ, ഒരു സഹകരണം, ഒരു ഐക്യം ഇവിടെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ ജീവിതം സന്തോഷകരമാണ്. നമ്മൾ കാരണം പലരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാനത് അങ്ങനെ നമ്മൾ ആ ചെയ്യുന്ന കാര്യം അത്രയും ഡിസ്ക്ലോസ് ചെയ്ത് പറയുന്നതിൽ എനിക്ക് ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും എന്നുള്ളതല്ല, കൃത്യമായിട്ടൊരു സ്കെഡ്യൂൾ അനുസരിച്ച് അവർക്ക് അതിനുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് ഞാനും എൻ്റെ കുടുംബവും കൂട്ടായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു ധർമ്മം കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാനെന്ന് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ശ്രമിക്കാറുണ്ട് ഓരോ ദിവസവും. അപ്പോൾ ഒരു ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ധർമ്മം കൊടുത്തിട്ടുണ്ട് എന്നൊരു സമാധാനത്തോടു കൂടി എനിക്ക് ഉറങ്ങാൻ പറ്റും. അതുപോലെ കുടുംബത്തിൽ ദാരിദ്ര്യമുള്ളവരെ, അതല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആൾക്കാരെ ഒക്കെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ കാരണം ആർക്കെങ്കിലും ആശ്വാസം ലഭിക്കുന്നു. അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ സന്തോഷം. പ്രവാസത്തിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് നഷ്ടം പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവിലുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിലെ കുടുംബവും ഇവിടെ ഒറ്റയ്ക്കും താമസിച്ചിട്ടുള്ള ഒരു രീതിയിൽ ഒരു കുടുംബ ജീവിതം ഇല്ലാതെ പോകുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തോടൊപ്പം, ഭാര്യയോടും മക്കളോടും ഒപ്പമുള്ള ഒരു ജീവിതമാണ്. അതില്ലാതെ പോകുന്ന വലിയ ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട്. മാത്രമല്ല, ഇവിടുത്തെ നിയമം അനുസരിച്ച് തന്നെ പലപ്പോഴും 2 വർഷവും 3 വർഷവും അതിൽ കൂടുതലും കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബജീവിതം ആ ഒരു വിഭാഗത്തിനാണ്, അതൊരു ജനറലൈസ് പറഞ്ഞുവിടുക, ആ ഒരു വിഭാഗത്തിന് അതൊരു കുടുംബജീവിതം ഒരു നഷ്ടമാണ്. ഒപ്പം സ്വയം അവർക്ക് അവരുടെ ആരോഗ്യം പരിപാലിക്കാനാകാതെ രോഗങ്ങൾക്ക് അവർ അടിമപ്പെടുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യ നഷ്ടം അവർക്കൊരു നഷ്ടമാണ്. പിന്നെ ഇവർക്ക് മൂന്നാമതായിട്ട് വരുന്നത്, ഈ സമ്പാദ്യങ്ങളുടെ മുഴുവൻ ഭാഗവും അവർ തങ്ങളുടെ കുടുംബങ്ങൾക്കായിട്ട് അവർ എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്കായിട്ട് ഒന്നും സൂക്ഷിക്കാതെ വരുമ്പോൾ നാട്ടിലേക്ക് ചെല്ലുന്ന അവർക്ക് ഒറ്റപ്പെടലുകൾ ഒരുപക്ഷെ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരവസ്ഥയാണ് ഒറ്റപ്പെടലുകൾ, വരുമാനം ഇല്ലാതെ വരുന്നത്. അപ്പം അവസാന ഘട്ടത്തിൽ അവൻ എന്താണായി മാറുന്നു വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടവനായി വരുന്നു എന്നുള്ളത്. അതും ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എല്ലാ വർഷവും ഞാൻ വെക്കേഷന് പോകുമ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ എപ്പോഴും പോകാറുണ്ട്. കോളേജിൽ ഞാൻ കാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബസ് കയറി പോകും. കാരണം എന്തിനാന്ന് ചോദിച്ചാൽ കോളേജിലെ സ്റ്റുഡൻസ് പോകുന്ന ബസ്സിൽ തന്നെ ഞാൻ കയറും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോളേജ് സ്റ്റുഡൻസൊക്കെ ആ ബസ്സിൽ കാണിക്കുന്ന അവരുടെ ഘോഷികളും വികൃതികളും സംസാരവും ഒക്കെ അത് കേട്ടിട്ട് ഞാൻ ഈ പ്രായത്തിൽ പോകുമ്പോൾ, എൻ്റെ മക്കളെ പ്രായമുള്ള പിള്ളേർ പോകുമ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കും, ഇതുപോലെ ഒരു കാലത്ത് ഞാനും ഇതുപോലെ ബസ്സിൽ പോയിരുന്നതാണല്ലോ. അങ്ങനെ കോളേജ് ഗേറ്റിൽ പോയിട്ട് ബസ് ഇറങ്ങി, കോളേജ് വലിയ ക്യാമ്പസാണ്, ആ ക്യാമ്പസിലൂടെ നടന്ന് നിൽക്കുമ്പോൾ, ഞങ്ങളുടെ കോളേജ് മിക്സഡ് കോളേജാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി പ്രണയമൊക്കെ ഉണ്ടായിരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പാട്ടുപാടി നടക്കുക, കോളേജ് ഡേ അല്ലെങ്കിൽ ഫൈൻ ആർട്സ് ഡേ, ഇതിനൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കുക. അവിടുത്തെ ചവോക്ക് മരങ്ങളും അവിടുത്തെ ലൈബ്രറി കെട്ടിടങ്ങളും കുട്ടികളൊക്കെ വരാന്തയിലും അവിടെയൊക്കെ ഇരുന്നിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സല്ലപിച്ച് അവരിങ്ങനെ എന്താ പറയുക, പ്രണയ ജോഡികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ വരാന്തയിലൊക്കെ ഒരു കാലത്ത് ഇതുപോലെ ഓടി നടന്നിരുന്നതായിരുന്നല്ലോ നമ്മൾ എന്നിങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഞാൻ കോളേജിൽ, അതേമാതിരി സ്കൂളിലെ പരിസരത്ത് ഞാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്താണ്. അത് നമുക്ക് ജീവിതത്തിൻ്റെതായുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, മുകളിൽ ആകാശം താഴെ ഭൂമി,
പഠിക്കണം, നന്നായി മാർക്ക് വാങ്ങണം, പരീക്ഷ പാസ്സാകണം എന്നതല്ലാത്ത യാതൊരു ചിന്തയും മനസ്സിലില്ലാത്തൊരു കാലം. അത് കഴിഞ്ഞിട്ട് പ്രവാസത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായി, കുടുംബമായി, ഭാര്യയായി, കുട്ടികളായി, വീട് വേണം, മറ്റുള്ള ബാധ്യതകളും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ളത്, നമ്മൾ സാമൂഹ്യ ജീവിയായി, നമ്മൾ മറ്റുള്ള സംഘടനകളിലും ബാക്കിയുള്ളതിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും രണ്ടാണ്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭൂതികൾ വ്യത്യസ്തമാണ്, അനുഭവങ്ങളും വ്യത്യസ്തമാണ്. മറ്റേത് കോളേജ് കാലഘട്ടത്തിൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടുന്നത് അത് അതിൻ്റെതായ ഒരു അനുഭൂതിയാണ്. നമ്മൾ ഒരിക്കൽ ജോലിയിൽ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ പിന്നീട് അനുഭവങ്ങളായി മാറുന്നു. നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസും സോഷ്യൽ ആക്ടിവിറ്റീസിലുള്ള നമ്മുടെ ഇടപെടലുകളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരിക്കലും തന്നെ ഇവിടുത്തെ ഒരു 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 മിക്സർ ഓഫ് ലൈഫ്, ഒരു ഫിക്ഷൻ ആണ് നമുക്കുള്ള ഒരു അനുഭവം. അപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങൾ വേറെ ഒന്നുമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ നാട്ടിൽ റങ്കൂണിലും അതേമാതിരി സിലോണിലും ഒക്കെ പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ചെന്നിട്ട്, നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്നല്ല പറയാ, നമ്മൾ എന്താണ് നമുക്ക് പറയാനുണ്ടാകുക, അന്ന് ഞാൻ അൽക്കോബാറിൽ ഇന്ന് ജോലി അവിടെ ചെയ്തിരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ജീവിതത്തിന്റെ ശിഷ്ടകാലത്ത് ഇമ്മീഡിയറ്റ് റിമെമ്പറൻസ്, ഏറ്റവും അടുത്ത കാലത്ത് നമുക്ക് കിട്ടുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള സാമൂഹിക ജീവിതം, ഔദ്യോഗിക ജീവിതം, അതിലുള്ള ഓർമ്മകളാണ്. അപ്പം നമ്മൾ അതായിരിക്കും ഇനി നമ്മളൊരു ഒരു ഒരു റിട്ടയർമെന്റ് ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറയുന്ന പോലെ സ്വസ്ഥം ഗൃഹഭരണം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു തരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പിന്നെ ആശയവിനിമയം നടത്താനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പ്രവാസത്തെക്കുറിച്ചായിരിക്കും എന്നുള്ളതെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും ഈ പ്രവാസ ജീവിതത്തെ നമ്മൾ ഓർമ്മിക്കാൻ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ട് വരും. നമ്മളെ ഓർമ്മയിൽ എപ്പോഴും വരും. അതിനുള്ള ചാൻസസ്, അതിനുള്ള അവസരങ്ങളായിരിക്കും നമ്മളുടെ ശിഷ്ടകാലത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പ്രവാസ ജീവിതം നമുക്ക് മറക്കാൻ പറ്റില്ല. മറക്കില്ല ഞാൻ ഈ പ്രവാസം.